കൂട്ടുകാരെ, അപ്പോൾ ഞാൻ ബിരിയാണി വളരെ തിരക്ക് പിടിച്ച് ജോലി കഴിഞ്ഞ് വന്നുണ്ടാക്കണേ. അതെങ്ങനെ ഉണ്ടാക്കുന്ന ടെക്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു ബിരിയാണിയാണ്. സവോള അരിഞ്ഞത്, ഗാർലിക്കും ജിഞ്ചറും കൂടെ പേസ്റ്റ്, പിന്നെ പച്ചമുളക് ഒരു 5 എണ്ണം, അത് അരിയുടെ അനുസരിച്ച് കേട്ടോ. പിന്നെ ഞാൻ കാഷ്നട്ടും കിസ്മസും ആദ്യമേ തന്നെ ഇട്ട് വഴറ്റി അതിൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ടാണ് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവോള എല്ലാം അരിഞ്ഞ് വഴറ്റി ശരിക്ക്. അതിന് ശേഷം കുറച്ച് മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി എടുത്തല്ലോ കേട്ടോ, മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് നല്ലതായിട്ട് വഴറ്റി. അതിന് ശേഷം തക്കാളി ഇട്ട് ശരിക്കും വഴറ്റി. അതിന് ഗ്രാമ്പും പട്ടയും ഇതെല്ലാം ഇട്ട് കേട്ടോ. സർവ്വ സാധനങ്ങൾ ആദ്യമേ ഇട്ട് എല്ലാം മൊത്തത്തിൽ ഇട്ട് വഴറ്റി. നമ്മൾ ബിരിയാണിക്ക് ചേർക്കുമ്പോഴുള്ള സാധനങ്ങളെല്ലാം ഇട്ട് വഴറ്റിയിട്ട് വെള്ളം 8 ഗ്ലാസ് അരി എടുത്ത് അതിന് പാകത്തിനുള്ള 12 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് തന്നെ വേഗം ശരിക്ക് ടിൽഡ റൈസാണ്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇത് പാകമായിട്ട് വരും, നല്ല ടേസ്റ്റ് ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ട് ശരിക്കും ശരിയായി. നമ്മൾ ലെയറായിട്ട് അതിനൊന്നും സമയമില്ല, നമ്മൾ വീട്ടിലെ ഫാമിലിക്കല്ലേ. അപ്പം ഇങ്ങനെയുള്ള നെയ്യ് ഇട്ടാണ് വഴറ്റുന്നത്. നെയ്യ് ആദ്യം ഒഴിച്ചു. അതിനുശേഷം കാഷ്നട്ട്, കിസ്മസ് എല്ലാം ഇട്ട് വഴറ്റി. അതിനുശേഷം സവോള, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റി. അത് വഴറ്റി കഴിഞ്ഞ ശേഷം തക്കാളി ഇട്ടതിന് ശേഷം മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് ശരിക്കും വഴറ്റി. അതിൻ്റെ ഉള്ളിലും മസാലയുടെ എല്ലാം പെരിഞ്ചീരകം കുറച്ച്, പിന്നെ ഗ്രാമ്പ്, പട്ട, സർവ്വതും മുഴുവനെ നല്ലതായിട്ട് പൊടിക്കാതെ തന്നെ ഇട്ട്. അതും പിന്നെ ബേസ് ഇലയില്ലേ, അതിൻ്റെ ഇലയും എല്ലാം ഇട്ട് നന്നായിട്ടിട്ട് വഴറ്റി. ഈ സാധനങ്ങളെല്ലാം വഴറ്റി കഴിഞ്ഞ് ഈ പൊടികളിട്ടത്, അതിന് മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂർ ഞാൻ അരി കുതിർത്ത് വെച്ചു. അത് കഴുകിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തു അരി. അതിന് ശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ ബിരിയാണി നല്ലതായിട്ട് റെഡിയാണ്. പിന്നെ ചിക്കൻ കറിയാണ് ഞാൻ വെച്ചത് കേട്ടോ. ചിക്കൻ വേണമെങ്കിൽ നന്നായിട്ട് വഴറ്റി പുതിനയില അവസാനം, ഞാൻ പറയാൻ വിട്ടുപോയി ചില കാര്യങ്ങൾ. പുതിനയിലയും കൊറിയൻഡറിൻ്റെ ഇലയില്ലേ, മല്ലിയുടെ ഇലയും കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടു. പിന്നെ തൈരും ചേർത്ത് കേട്ടോ, വിട്ടുപോയി പറയാം. തൈരും ഇതെല്ലാം ചേർത്ത് നമുക്ക് ബിരിയാണിക്ക് ചേർക്കുന്ന എല്ലാ സാധനങ്ങളും ചേർത്തിട്ടാണ് അരി ഇതിലിട്ടിട്ട് നന്നായിട്ട് വെന്ത് പാകത്തിന് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് വെന്ത് ഇതിൽ വരും. അതിനുശേഷം ബേക്കൻ നമ്മുടെ ഓവനിൽ വെച്ച് ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഇതായി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.